എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ റീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംബന്ധിച്ച കാര്യം. അതായത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഈ ഉപജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് 2026 ഒരു ഫ്രീഡം ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരുവാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിലെ ഒരു ക്വസ്റ്റ്യൻ വിവാദമായി. അതായത് RSS അനുകൂലിയായിരുന്ന VD സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തെ അനുകൂലിച്ച് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വിവാദത്തിലേക്ക് നയിക്കപ്പെട്ടു. ചോദ്യങ്ങളായിരുന്നു: ഏറ്റവും കഠിനമായ രീതിയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. അതിൽ ഉത്തര സൂചികയിൽ നൽകിയിരുന്ന വ്യക്തി VD സവർക്കറായിരുന്നു. അപ്പം അതാണ് വിവാദങ്ങൾ പുറപ്പെടുവാനുള്ള ഒരു കാരണം. കാരണം ഔദ്യോഗിക വിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം ഇങ്ങനെ ഒരു ചോദ്യാവലി ഇല്ല, ഇങ്ങനെ ഒരു ചോദ്യമോ ഉത്തരങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് മറ്റുള്ള പാർട്ടികളും മറ്റുള്ള വ്യക്തികളൊക്കെ ഏറ്റെടുത്ത് അത് വലിയൊരു പ്രശ്നമായി. തുടർന്ന് ഈ ചോദ്യാവലി തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ അധ്യാപകൻ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഷൻ പിന്നീട് വലിയ വിവാദമായിരുന്നു. കാരണം ഒരു ചോദ്യം ചോദിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെയാണ് വിഷയം. അപ്പൊ നമുക്ക് തോന്നിക്കാണാൻ എന്താണ് ചോദ്യത്തിൽ എന്താണ് തെറ്റ്, ഇതിൽ പറയുന്നത് സത്യമാണോ അല്ല ഫേക്ക് ആണോ എന്നൊക്കെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. ചിലവർ പല കഥകളും പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടി കൂടിയിട്ടാണ്, ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഇതിലെ ഏറ്റവും വിഷയം വെച്ചാൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് VD സവർക്കർ എന്ന ഉത്തരമാണ്. അവിടെയാണ് പ്രശ്നമാണ്. കഠിനമായ ശിക്ഷ എന്ന് പറയുമ്പോൾ പലരെയും കൊന്നിട്ടുണ്ട്, അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കഠിനമായ ശിക്ഷ എന്ന് പറയുന്നത് എന്നോട് പലർക്കും യോജിക്കാൻ പറ്റുന്നില്ല. ഇതേ കാര്യം തന്നെ ചില RSS BJP നേതാക്കൾ ഇങ്ങനെ ഒരു അനുമാനം പറയുന്നത് അതിലൊരു തെറ്റ് വന്നതാണ്. നമുക്ക് വ്യക്തമായ ഒരു അറിവൊന്നുമില്ല, എന്നാലും പറയുന്നുണ്ട് അതിലൊരു തെറ്റ് വന്ന കഠിനമായ ശിക്ഷ എന്നല്ല, ദീർഘകാലമായ ശിക്ഷ. ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ്, അതിലൊരു കറക്ഷൻ വന്നാണ് ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നാണ് ദീർഘകാല ശിക്ഷ. കാരണം നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50 വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാർ ശിക്ഷ വിധിച്ച ഒരു വ്യക്തിയായിരുന്നു VD സവർക്കർ. ഏകദേശം 10-27 കൊല്ലത്തോളം അനുഭവിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒക്കെ കൃത്യമായി എവിഡൻസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയ കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ അത്തരം കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തെ വായിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അനുകൂലിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയപ്പോൾ പലർക്കും അത് വൈകാരികമായ തരത്തിൽ കൊണ്ടു. ഇതിപ്പോൾ പറയപ്പെടുന്ന കാര്യമാണ്, ഇദ്ദേഹം അത്ര വലിയൊരു സാഹചര്യമല്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടന്ന സമയത്ത് പല മേഴ്സി ഡോക്യുമെന്റ്സിലും അദ്ദേഹം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഫാക്ട് ആയിട്ട് എനിക്കത് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം പറയപ്പെടുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹർജിയോ കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഇത്രയും കഠിനമായ ശിക്ഷ അനുഭവിച്ചു എന്നത് കാര്യം പറയാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ BJP ML അശ്വിനി, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് അണികളും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി കാസർഗോഡ് ഒരു ഹൈസ്കൂൾ സന്ദർശനത്തിന് വന്ന സമയത്ത് പ്രതിഷേധമായി അങ്ങോട്ട് ചെന്നു. പ്രതിഷേധത്തിനിടയിൽ അവിടെ ഒരു 3 ആളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറി. അപ്പൊ ജീപ്പിൽ കയറിയപ്പോൾ ഇവർ അതിനെ തടഞ്ഞു. നിങ്ങളെ കൊണ്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ വണ്ടി റിവേഴ്സ് എടുത്ത സമയത്ത് ഈ അശ്വിനി എവിടെയും കയറി ബ്ലോക്ക് ചെയ്തു പുറകിൽ പോയിട്ട്. അവിടെ കൂടെ ബാക്കി ഉണ്ടായിരുന്ന അണികളും പുറകിലേക്ക് അങ്ങ് വന്നു. പോലീസുകാർ കൂളായിട്ട് വണ്ടി എടുത്ത് മുന്നോട്ട് പോയി, അവിടെയും കൊണ്ട് അങ്ങ് പോയി. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സമാധാനം. കാരണം ഇത്രയും മണ്ടത്തരം, ഒന്ന് കവർ ചെയ്തിരിക്കാൻ പോലും ആൾക്കാരില്ലല്ലോ. മുന്നിൽ ആൾക്കാരില്ല, സൈഡിൽ ആൾക്കാരില്ല, എല്ലാവരും പിന്നിലോട്ട് വന്നു. ക്യാമറമാൻ വരെ അവിടെ നിന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥ. അത്രയും ശക്തമായി സമരം ചെയ്തിട്ട് അവസാനത്തിൽ കോമഡി ആയിപ്പോയി, ആ ഒരു കോമഡി പീസ് ആയിപ്പോയി എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, അത് അതിന്റെ ഭാഗമാണ്, നമ്മുടെ വിഷയമൊന്നുമല്ല. VD സവർക്കർ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകനെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. അതിന്റെ തെറ്റുകുറ്റങ്ങളെ പറ്റി വ്യാഖ്യാനിക്കാൻ ഞാൻ ആളില്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളില്ല. കാരണം ചരിത്രപരമായി അത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ എനിക്കറിയില്ല, തെളിവുകളില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അത് ഇത്ര വലിയ ഒരു പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. കാര്യം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ PSC എക്സാമിനേഷൻസ്, അതുപോലെ പല എക്സാമിനേഷൻസ് ഉണ്ട് ഇപ്പം നോർത്തിലൊക്കെ നടക്കുന്നത്. നമ്മുടെ കാര്യം എടുക്കട്ടെ, PSC എത്ര ക്വസ്റ്റ്യൻസ് തെറ്റി വരുന്നു. ആരെങ്കിലൊക്കെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓട്ടെ, ആർക്കും ജോലി കൊടുക്കുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാലാവധി കഴിയാൻ ജോലി കിട്ടാതെ പാവപ്പെട്ടവര് ഇപ്പം LPSCക്കാർ ഇന്നൊരു അനുകൂലമായിട്ടൊരു തീരുമാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നടത്തണം. കാരണം അതുവരെ സമരം ചെയ്ത് നേടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ക്വസ്റ്റ്യൻസിൽ വരുന്ന വേറെ ഇതിനൊന്നും ആരെയും ശിക്ഷിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല.
അതുകൊണ്ട് പോയി ചോദിച്ചാണ്. ഇതിന് ഇപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചു ഇത്ര വലിയ വിവാദം ആക്കേണ്ട ഒരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഞാൻ ഇന്ന പാർട്ടിയുടെ അനുകൂലിച്ച് പറയുന്നതല്ല, ഞാൻ ബേസിക്കായിട്ട് ഈ ഒരു കാര്യം എനിക്ക് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും ബൈ.